Good morning all. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിമ്പറിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് ടിമ്പർ എന്താണെന്ന് നോക്കാം. ടിമ്പർ എന്ന് പറഞ്ഞ ഒരു വുഡാണ്. വുഡ് നമ്മൾ സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വുഡാണ് ടിമ്പർ എന്ന് പറയുന്നത്. ഈ ടിമ്പർ എന്നുള്ള വേർഡ് ഫസ്റ്റ് വന്നത് ടിംബ്രിയ എന്നുള്ള ഒരു ഓൾഡ് ഇംഗ്ലീഷ് നെയിമിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ബിൽഡ് എന്നാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിമ്പറിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ചാണ്. പ്രധാനമായി 5 ഡിഫക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ. Second one is defects due to fungi. Third one is defects due to insects. Fourth one is defects due to natural forms. Fifth one is defects due to seasoning. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ. ടിമ്പറിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്. പ്രധാനമായി 4 ഡിഫക്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫസ്റ്റ് ഡിഫക്ട്സിനെ ചിപ്പ് മാർക്ക് എന്നാണ് പറയുന്നത്. ചിപ്പ് മാർക്ക് ഉണ്ടാകുന്നത് നമ്മൾ ഈ ടിമ്പറിനെ പ്ലാനിങ് മെഷീൻ വെച്ച് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർഫസിൽ എന്തെങ്കിലും മാർക്കിങ്സോ അല്ലെങ്കിൽ സൈൻസോ ഒക്കെ ഉണ്ടാകുന്നതാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് പറയുന്നത് ഡിഫക്ട്സ് ഇൻഡിക്കേറ്റഡ് ബൈ മാർക്ക് ഓർ സൈൻ പ്ലേസ്ഡ് ബൈ ചിപ്സ് ഓൺ ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ടിമ്പർ ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സിക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫക്ട്സ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ചിപ്പ് മാർക്കാണ് ഇതിനകത്ത് വരുന്നത്. ഡയഗണൽ ഗ്രെയിൻസ്. ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ടിമ്പറിനെ ഇംപ്രോപ്പറായിട്ട് സോയിങ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ് ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ടോൺ ഗ്രെയിൻസ് എന്ന് പറയും. ടോൺ ഗ്രെയിൻസ് എന്ന് പറയുമ്പം ആക്സിഡൻ്റലി നമ്മൾ ഈ ടിമ്പർ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടൂളോ വല്ലതും അതിൻ്റെ സർഫസിൽ വന്ന് വീഴുവാണെങ്കിൽ ഒരു ചെറിയ ഡിപ്രഷൻ പോലെ ഫോം ചെയ്യും. അതാണ് ടോൺ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ചെറിയൊരു ഡിപ്രഷൻ പോലെയാണ് നമ്മുടെ ടിമ്പറിൻ്റെ സർഫസിൽ വന്നിരിക്കുന്നത്. അതിനാണ് ടോൺ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വെയിൻ ആണ്. വെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു റൗണ്ടഡ് സർഫസ് പോലെ ടിമ്പറിൻ്റെ സർഫസിൽ ഉണ്ടാകുന്നതിനെയാണ് വെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ടിമ്പർ പീസ്. അതാണ് വെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് ആദ്യത്തെ 4 ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗി ആണ്. ഫംഗിയുടെ ഡിഫക്റ്റ് ആണ്. ഫംഗി കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. അതിൽ തന്നെ നമുക്ക് 7 ഡിഫക്റ്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് സാപ്സ്റ്റെയിൻ. സാപ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിമ്പറിനകത്തെ സാപ്പ് വുഡ് ഉണ്ട്. ഈ സാപ്പ് വുഡിനെ ഈ ഫംഗി വന്ന് അറ്റാക്ക് ചെയ്ത് നമ്മുടെ ടിമ്പറിൻ്റെ സർഫസ് അങ്ങ് ഡിസ്കളേർഡ് ആയി പോകും. അതാണ് സാപ്സ്റ്റെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഡിഫക്റ്റ് ഡ്യൂ ടു ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫംഗിയുടെ ഡിഫക്റ്റ് ആണ്. ഈ ഫംഗി വന്ന് ടിമ്പറിനെ അറ്റാക്ക് ചെയ്ത് ടിമ്പറിൻ്റെ കളർ ബ്ലൂയിഷ് കളറിലേക്ക് മാറും. അതിനാണ് ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വെറ്റ് റോട്ട് ആണ്. വെറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻ, ഓൾട്ടർനേറ്റ് ആയിട്ട് ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ടിമ്പർ ഡിക്കമ്പോസ് ചെയ്ത് ഒരു ഗ്രേയിഷ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനാണ് വെറ്റ് റോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്രൈ റോട്ട് ആണ്. ഇത് ഉണ്ടാകുന്നത് നമ്മുടെ എയറിൻ്റെ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഡാംനെസ് ഈർപ്പം കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ ടിമ്പർ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ഡ്രൈ റോട്ട് എന്ന് പറയുന്നത്. ദെൻ വൈറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെല്ലുലോസും ലിഗ്നിനും 2 കമ്പോണൻ്റ് ആണ്. ഈ സെല്ലുലോസിനകത്ത് സത്യം പറഞ്ഞാൽ വൈറ്റ് കളറാണ് ഉണ്ടാകുന്നത്. ആ വൈറ്റ് കളറും അതുപോലെ ലിഗ്നിനകത്ത് ബ്രൗൺ കളറുമാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫംഗി നമ്മുടെ വുഡിൻ്റെ ലിഗ്നിനെ അറ്റാക്ക് ചെയ്ത് വുഡിനെ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യും. അതായത് ലിഗ്നിന് ബ്രൗൺ കളറായിരുന്നു, ആ ബ്രൗൺ കളർ മാറി വൈറ്റ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് വൈറ്റ് റോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രൗൺ റോട്ട് ആണ്. ബ്രൗൺ റോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വുഡിൻ്റെ സെല്ലുലോസ് കോമ്പൗണ്ട്സിനെ ഫംഗി അറ്റാക്ക് ചെയ്ത് ബ്രൗൺ റോട്ട്, അതായത് സെല്ലുലോസ് കോമ്പൗണ്ടിൻ്റെ കളർ വൈറ്റ് ആണ്, ആ വൈറ്റ് കളർ ബ്രൗണിഷ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് ബ്രൗൺ റോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹേർട്ട് റോട്ട് ആണ്. ഹേർട്ട് വുഡിനെ ഫംഗി അറ്റാക്ക് ചെയ്ത് ഉണ്ടാകുന്നൊരു ഒരു ഫംഗി അറ്റാക്കാണ്. അങ്ങനെ ട്രീ ഒരു ഹോളോ ആയിട്ട് മാറുന്നു. ഹേർട്ട് വുഡിനെ കൺസ്യൂം ചെയ്ത് ട്രീ ഹോളോ ആയിട്ട് മാറുന്നതാണ് ഹേർട്ട് റോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്. 3 ഡിഫക്ട്സ് ആണ് ഇൻസെക്ട്സ് കാരണം ഉണ്ടാകുന്നത്. ഫസ്റ്റ് വൺ ബീറ്റിൽസ്. ബീറ്റിൽസ് എന്ന് പറഞ്ഞാൽ ഈ ബീറ്റിൽസ് കാരണം 2 mm ഡയമീറ്റർ ഉള്ള ഹോളാണ് ബാർക്കിൽ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് മറൈൻ ബോറേഴ്സ് ആണ്. മറൈൻ ബോറേഴ്സ് കോസ്റ്റൽ ഏരിയാസിലാണ് കൂടുതൽ കാണുന്നത്. 25 mm സൈസുള്ള ഡയമീറ്റർ ഉള്ള ഹോൾസ് വരെ അത് ഉണ്ടാക്കും. ദെൻ ടെർമേറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ആൻഡ്സ് ഉണ്ട്. വൈറ്റ് ആൻഡ്സ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. തേക്ക്, സാല് ഇതൊക്കെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ടെർമേറ്റ് പ്രിവെൻറ്റിങ് കെമിക്കൽസ് ഉണ്ട് അതിൻ്റെ സെല്ലോസ് പാർട്ടിൽ. അപ്പം തേക്കും സാലും ഇതിനെ ഒരുപാട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കി ഉള്ള ട്രീസിനെയൊക്കെ കൂടുതലായിട്ട് ഇത് അറ്റാക്ക് ചെയ്ത് കാണുന്നു.
ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. അടുത്ത ഡിഫക്റ്റാണ് നാച്ചുറൽ ഫോഴ്സസ് മൂലമുണ്ടാകുന്ന ഡിഫക്ട്സ്. അത് തന്നെ ബേൾസ്, കാലസ്, കെമിക്കൽ സ്റ്റെയിന്, കോഴ്സ് ഗ്രെയിനാണ് ആദ്യത്തെ 4 വരുന്നത്. ബേൾസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകും എന്തെങ്കിലും യങ്ങർ ഏജിൽ ട്രീസിന് ഷോക്കോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ ഒക്കെ സംഭവിച്ച് ഇറഗുലർ പ്രൊജക്ഷൻ അല്ലെങ്കിൽ അൺഈവൻ പ്രൊജക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് ബേൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് കാണിച്ചേക്കുന്നത്. അതായത് ട്രീയുടെ ബോഡിയിൽ അൺഈവൻ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ പ്രൊജക്ഷൻ ഉണ്ടാകുന്നു. യങ്ങർ ഏജിൽ എന്തെങ്കിലും ഷോക്സോ ഇഞ്ചുറീസോ ഒക്കെ ഉണ്ടായി അതിന് അൺഈവൻ പ്രൊജക്ഷൻസ് വരുന്നതാണ് ബേൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാലസ്. കാലസ് എന്ന് പറഞ്ഞാൽ ട്രീസിന് എന്തെങ്കിലും ഒരു വൂണ്ട് സംഭവിച്ചാൽ അതിനെ, അതായത് വൂണ്ട് ഓഫ് ട്രീസ് കവേർഡ് ബൈ എ സോഫ്റ്റ് സ്കിൻ, അതായത് അതിന് ആ വൂണ്ടിനെ കവർ ചെയ്തൊരു സോഫ്റ്റ് സ്കിൻ പോലെ വരും. അതിനാണ് കാലസ് എന്ന് പറയുന്നത്. ദെൻ കെമിക്കൽ സ്റ്റെയിൻ ആണ് അടുത്തത് പറയുന്നത്. കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആക്ഷൻ കാരണം വുഡിൻ്റെ കളർ അങ്ങ് ഡിസ്കളറായി പോവുക. അതാണ് കെമിക്കൽ സ്റ്റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോഴ്സ് ഗ്രെയിൻ ആണ്. ട്രീയുടെ റാപ്പിഡ് ഗ്രോത്ത്, അതായത് ഫാസ്റ്റ് ഗ്രോയിങ് ട്രീസിനകത്ത് വൈഡർ ആനുലർ റിങ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അത് കാരണം സ്ട്രെങ്ത് കുറവായിരിക്കും ആ ട്രീക്ക് വരുന്നത്. അതിനാണ് കോഴ്സ് ഗ്രെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഡ് വുഡ് ആണ്. ഡെഡ് വുഡ് എന്ന് പറഞ്ഞാൽ ഡെഡ് സ്കാനിങ് ട്രീയിൽ നിന്നും ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഡെഡ് വുഡ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദ വുഡ് ഒബ്റ്റെയിൻ ഫ്രം ദ ഡെഡ് സ്റ്റാൻഡിങ് ട്രീ. അത് റെഡിഷ് കളറിലായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ദെൻ ഡ്രക്സിനസ്. ഡ്രക്സിനസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വൈറ്റ് ഡീക്കേഡ് സ്പോട്സ് ടിമ്പറിൽ അപ്പിയർ ചെയ്യുന്നു. അതിനെയാണ് ഡ്രക്സിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫക്റ്റ് ആണ് ഫോക്സിനസ്. ഫോക്സിനസ് എന്ന് പറഞ്ഞാൽ റെഡിഷ് അല്ലെങ്കിൽ യെല്ലോ സ്പോട്സ് ആയിരിക്കും ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. പുവർ വെന്റിലേഷനും ഓവർ മെച്യൂരിറ്റിയും കാരണമാണ് ഇത് വരുന്നത്. അപ്പോൾ ഫോക്സിനസ് ഈസ് ജനറലി ഇൻഡിക്കേറ്റഡ് ബൈ റെഡിഷ് ഓർ യെല്ലോ സ്പോട്സ് ഡ്യൂ ടു പുവർ വെന്റിലേഷൻ ആൻഡ് ഓവർ മെച്യൂരിറ്റി. നെക്സ്റ്റ് ഡിഫക്റ്റ് ആണ് നോട്ട്സ്. ഇപ്പം നമ്മൾ ട്രീയുടെ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനകത്തൊരു ഡാർക്ക് ഹാർഡ് റിങ്സ് ഫോം ചെയ്യും. അതിനാണ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ട്സ് അതിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പിൻ നോട്ട് എന്ന് പറയും. പിൻ നോട്ടിൻ്റെ സൈസ് 6.5 mm ഡയമീറ്ററിനേക്കാളും കുറവാണെങ്കിൽ അത് പിൻ നോട്ട് എന്ന് പറയും. 6.5 to 20 mm ഡയമീറ്റർ ആണെങ്കിൽ സ്മോൾ നോട്ട് എന്നാണ് പറയുന്നത്. ദെൻ 20 mm തൊട്ട് 40 mm ഡയമീറ്റർ വരെയാണെങ്കിൽ മീഡിയം നോട്ട് എന്നും 40 mmനേക്കാൾ കൂടുതൽ ഡയമീറ്റർ ആണെങ്കിൽ ലാർജ് നോട്ട് എന്നുമാണ് പറയുന്നത്. ഇപ്പം നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ട്രീസ് നമ്മൾ കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്രോക്കൺ ചെയ്യുന്നത് വഴി അതിൻ്റെ ബ്രാഞ്ചസിൽ ഒരു ഹാർഡ് റിങ്സ്, ഒരു ഡാർക്ക് ഹാർഡ് റിങ്സ് ഫോം ചെയ്യും. അതാണ് നോട്ട് എന്ന് പറയുന്നത്. നോട്ടിനെ 4ആയിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. പിൻ നോട്ട്, സ്മോൾ നോട്ട്, മീഡിയം നോട്ട് ആൻഡ് ലാർജ് നോട്ട്. ദെൻ അടുത്താണ് റൈൻഡ് ഗാൾസ്. റൈൻഡ് ഗാൾസ് എന്ന് പറഞ്ഞാൽ റൈൻഡിൻ്റെ അർത്ഥം ബാർക്ക് എന്നാണ്. ഗേൾ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഗ്രോത്ത് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതായത് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ടിഷ്യൂ ആണ് ഈ റിൻഡ് ഗാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Curved swellings of trees which are formed at the point where a branch of trees is improperly removed or fell down. ഇപ്പം ട്രീയുടെ ഒരു ബ്രാഞ്ച് ഇംപ്രോപ്പർലി റിമൂവ്ഡ് ആണെങ്കിൽ അവിടെ ഒരു കേർവ്ഡ് സ്വെല്ലിങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ടിഷ്യൂസ് ഉണ്ടാവും. അതിനാണ് റിൻഡ് ഗാൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിഫക്റ്റ് ആണ് ഷേക്സ് എന്ന് പറയുന്നത്. ഒരു വുഡ് ഫൈബറിനെ പാർട്ട്ലി സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഷേക്സ് വരുന്നത്. ടൈപ്സ് ഓഫ് ഷേക്സ്: കപ്പ് ഷേക്സ്, റിംഗ് ഷേക്സ്, ഹേർട്ട് ഷേക്സ്, സ്റ്റാർ ഷേക്സ് ആൻഡ് റേഡിയൽ ഷേക്സ്. കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞാൽ ആനുലർ റിങ്സിൽ കേർവ്ഡ് ക്രാക്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കപ്പ് ഷേക്സിന് കേർവ്ഡ് ക്രാക്സ് ഫോം ചെയ്യുവാണെങ്കിൽ, നമ്മുടെ വുഡിൻ്റെ ആനുലർ റിങ്സിനകത്ത് കേർവ്ഡ് ക്രാക്സ് ഫോം ചെയ്യുവാണെങ്കിൽ അത് കപ്പ് ഷേക്ക് ആയിരിക്കും. റിംഗ് ഷേക്ക് എന്ന് പറഞ്ഞാൽ കപ്പ് ഷേക്ക് എൻ്റെ റിങ്ങിനെ കവർ ചെയ്ത് വരുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. കപ്പ് ഷേക്ക് എൻ്റെ റിങ്ങിനെ കവർ ചെയ്ത് വരുവാണ്, അതിനെയാണ് നമ്മൾ റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹാർട്ട് ഷേക്ക് ആണ്. ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ പിറ്റിൽ നിന്നും സാപ്പ് വുഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഷേക്കാണ് ഈ സാപ്പ് ഷേക്ക്, ഹേർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. ഈ ഷേക്ക് എന്ന് പറയുന്നത് നമ്മുടെ പിറ്റ് ടു സാപ്പ് വുഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും. ദെൻ സ്റ്റാർ ഷേക്ക് ആണ് അടുത്ത് വരുന്നത്. ഈ ക്രാക്സ് ഔട്ടർ ബാർക്ക് നിന്നും സാപ്പ് വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ സ്റ്റാർ ഷേക്ക് എന്ന് പറയും. നെക്സ്റ്റ് ഇസ് റേഡിയൽ ഷേക്ക്. ക്രാക്ക് ബാർക്കിൽ നിന്നും പിത്തിലേക്ക് വരുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞാൽ കർവ്ഡ് ക്രാക്സ് ആണ് ആനുലർ റിങ്സിന് ചുറ്റും ഉണ്ടാകുന്നതാണ്. ഫോംഡ് ഇൻ ദ ആനുലർ റിങ്സ്, കർവ്ഡ് ക്രാക്സ് ഫോംഡ് ഇൻ ദ ആനുലർ റിങ്സ്. അതുപോലെ റിംഗ് ഷേക്ക് എന്ന് പറഞ്ഞാൽ കപ്പ് ഷേക്ക് എൻ്റെ റിങ്ങിനെ കവർ ചെയ്യുമ്പോഴാണ് റിംഗ് ഷേക്ക് ഫോം ചെയ്യുന്നത്. ഹേർട്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ
ഷേക്ക് പിറ്റിൽ നിന്നും സാപ്വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. മിഡലറി റേസിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഇത് പോകുന്നത്. സ്റ്റാർ ഷേക്ക് എന്ന് പറഞ്ഞാൽ ക്രാക്സ് ഔട്ടർ ബാർക്കിൽ നിന്നും സാപ്വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്റ്റാർ ഷേക്ക് എന്ന് പറയും. റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ ക്രാക്ക് ബാർക്കിൽ നിന്നും പിറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്വിസ്റ്റഡ് ഫൈബർ അല്ലെങ്കിൽ വാണ്ടറിങ് ഹേർട്സ് എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ് കാരണം എങ്ങർ ട്രീസിന് ട്വിസ്റ്റിംഗ് സംഭവിക്കുമ്പോഴാണ് ഈ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് അപ്സെറ്റ്സ് അല്ലെങ്കിൽ റപ്ചർ ആണ്. അപ്സെറ്റ്സ് അല്ലെങ്കിൽ റപ്ചർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ്സ് കാരണം വുഡ് ക്രഷ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രഷൻ സംഭവിക്കുക, ഇതിനൊക്കെയാണ് അപ്സെറ്റ്സ് ഓഫ് റപ്ചർ എന്ന് പറയുന്നത്. ഇനി വാട്ടർ സ്റ്റെയിൻ ആണ് 13th വൺ. അതായത് വുഡ് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് ആകുമ്പോഴത്തേക്ക് വുഡിൻ്റെ കളർ അങ്ങ് ഡിസ്കളർ ആയി പോവും. അതാണ് വാട്ടർ സ്റ്റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വിൻഡ് ക്രാക്സ്. വിൻഡ് ക്രാക്സ് എന്ന് പറയുമ്പം ഹൈ സ്പീഡ് വിൻഡ് കാരണം ഉണ്ടാകുന്ന ക്രാക്കാണ്. അതിൻ്റെ ഔട്ടർ സർഫസ് സ്ട്രിങ് ആയിട്ട് എക്സ്റ്റേണലി ഒരു ക്രാക്ക് ഫോം ചെയ്യും. അതാണ് വിൻഡ് ക്രാക്സ്. നെക്സ്റ്റ് ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ് ആണ്. സീസണിങ് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. ഫസ്റ്റ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ബോയ് ആണ്. ഇറ്റ് ഈസ് എ കർവേച്ചർ ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ടിമ്പർ. അതായത് ലെങ്ത് ഓഫ് ടിമ്പറിൻ്റെ ഡയറക്ഷനിൽ ഒരു കർവേച്ചർ ഫോം ചെയ്യുവാണെങ്കിൽ അതിനെ ബോയ് എന്ന് പറയും. നെക്സ്റ്റ് കപ്പാണ്. കർവേച്ചർ ഫോംഡ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഓഫ് ടിമ്പർ. അതായത് ടിമ്പറിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് കർവേച്ചർ ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ കപ്പ് എന്നാണ് പറയുന്നത്. ഇനി ഒരു ടിമ്പർ പീസ് സ്പൈറലി ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ ട്വിസ്റ്റ് എന്നാണ് നമ്മൾ ആ ഡിഫക്റ്റിനെ പറയുന്നത്. നെക്സ്റ്റ് വാർപ്പാണ്. അതായത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് നമ്മുടെ വുഡിൻ്റെ ഷേപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനാണ് വാർപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി വുഡിൽ എന്തെങ്കിലും ക്രാക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ വുഡ് ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ചെക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പ്ലിറ്റ് ആണ്. ഒരു ചെക്ക് വൺ എൻഡിൽ നിന്നും അതർ എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് സ്പ്ലിറ്റ് എന്നുള്ള ഡിഫക്റ്റ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫക്റ്റ് കേസ് ഹാർഡനിങ് ആണ്. അതായത് നമ്മുടെ ടിമ്പർ സർഫസ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ടിമ്പർ സർഫസ് പെട്ടെന്ന് ഡ്രൈ ആകും, പക്ഷേ ഇൻറ്റീരിയർ സർഫസ് ഡ്രൈ ആവത്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേഡിയൽ ഷേക്ക് ആണ്. റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ക്രാക്ക് ബാർക്കിൽ നിന്നും പിറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. അത് സീസൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. ദെൻ ഡിഫക്റ്റ് ഡ്യൂ ടു കൊളാപ്സ്. അതായത് അൺഈവൻ ശ്രിങ്കേജ് ഓഫ് ടിമ്പർ വുഡ് ഫ്ലാറ്റൻ. അപ്പം നമ്മുടെ അൺഈവൻ ശ്രിങ്കേജ് കാരണം ടിമ്പറിൻ്റെ സൈസ് അങ്ങ് കുറയുക, അതിനാണ് കൊളാപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഹണികോമ്പിംഗ് ആണ്. ഡ്യൂ ടു സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ഡ്രൈയിങ് റേഡിയൽ ആൻഡ് സർക്കുലർ ക്രാക്സ് ഡെവലപ്പ് ദ ഇന്നർ പാർട്ട് ഓഫ് ദ ടിമ്പർ. അതായത് സ്ട്രെസ് കാരണം എന്ത് സംഭവിക്കും, റേഡിയലും സർക്കുലർ ക്രാക്സും ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഹണികോംബ്ഡ് സ്ട്രക്ചറായിട്ട് മാറും. അതിനെയാണ് ഹണികോമ്പിംഗ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ടിമ്പറിൻ്റെ ഡിഫക്ട്സ്. താങ്ക് യു.